ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഷെറീസ് വേൾഡ് ഓഫ് ടേസ്റ്റ് ആൻഡ് ടാലൻസ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാസർഗോഡുള്ള ബേക്കൽ ഫോർട്ടാണ് കാണിക്കുന്നത്. ആക്ച്വലി 1650 AD ശിവപ്പ എന്ന് പറയുന്ന ആളാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെന്താ പറയുക, ഇതൊരു 40 ഏക്കർ സ്ഥലത്താണ് ഈ ബേക്കൽ ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ആക്ച്വലി ഇതൊരു മിലിറ്ററി ഡിഫൻസിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അന്നത്തെ കാലത്ത് മിലിറ്ററിയുടെ ആവശ്യത്തിന് വേണ്ടി അവരുടെ പ്രതിരോധത്തിന് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം കോട്ടയുടെ ഉള്ളിൽ കിടക്കും, പിന്നെ കുറച്ച് നടന്നാൽ പിന്നെ നമുക്ക് ഇതിൻ്റെ ടിക്കറ്റ് എടുക്കാനുള്ള ഏരിയ എത്തും. അവിടുന്ന് ടിക്കറ്റ് എടുക്കുക, ഉള്ളിലോട്ട് കണ്ടു കഴിഞ്ഞാൽ നീളത്തിലിങ്ങനെ പാസേജ് കിടക്കുക, ഒരു നീളത്തിലൊരു ലോങ് ആയിട്ടൊരു ലോൺ പോലെ കിടക്കുകയാണ്. രണ്ട് സൈഡിലും എന്താ പറയുക, നല്ല ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് നല്ല ഭംഗിയുണ്ട്. അപ്പം ഈ ചൂട് സമയത്ത് പോയച്ച് ബുദ്ധിമുട്ടാണ്. 4-4:30 അവിടെ എത്തി, 5 മണിക്ക് എത്തിയപ്പോൾ പോലും ഞങ്ങൾക്ക് വെയിലുണ്ടായിരുന്നു. എന്തായാലും കോട്ടയുടെ ഉള്ളിൽ വെയിൽ നമ്മൾ മുകളിലോട്ട് കയറും. അപ്പോൾ ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു സൈഡ് മുതൽ കോട്ട കണ്ടു തുടങ്ങി. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഈ കോട്ട കണ്ടിട്ടുള്ളത് എന്താ പറയുക, ബോംബെ മൂവിയിൽ ഉയരെ എന്ന് പറഞ്ഞ സോങ് ഉണ്ട്, അതിലാണ്. അന്ന് മുതൽ ആഗ്രഹിക്കുന്നതാണ് എന്തൊരു ഭംഗിയാണ് കാണാനെന്നുള്ളത്. അപ്പോൾ അങ്ങനെ അത്രയും വർഷത്തെ അന്ന് ആഗ്രഹിച്ചിരുന്നത് ഇപ്പം ഞാൻ അവിടെ എത്തിപ്പെട്ടിരിക്കുകയാണ്. അതാണ് പറയുന്നത്, നമ്മൾ ഒരു കാര്യങ്ങൾ ആഗ്രഹിച്ചു കൊണ്ടേയിരിക്കണം, നമ്മളവിടെ എത്തിപ്പെടും എന്ന് പറയുന്നത്. അപ്പോൾ അതാ ആ നടത്തം മുന്നോട്ടൊക്കെ നടക്കുകയാണെങ്കിൽ നമ്മൾ നല്ല ഭംഗിയുണ്ട് കാണാം കേട്ടോ. പുല്ലുകളൊക്കെ വെട്ടി നല്ല റെഡിയാക്കി വെച്ചിട്ട് നല്ല ഭംഗിയുണ്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഇതിൻ്റെ മുകളിലോട്ട് കയറുന്നത് ഒരു വാച്ച് ടവർ പോലെയാണ്. ഈ കോട്ടയുടെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ കുറേ വാച്ച് ടവേഴ്സും സീക്രട്ടായിട്ടുള്ള ടണൽസുമാണ്. അപ്പോൾ ഈ സീക്രട്ടായിട്ടുള്ള ടണൽസ് കൂടെ ഉള്ളിൽ കൂടെ പോലെ അപ്പുറത്ത് വേറെ അവരുദ്ദേശിച്ച് അവരെ എൻട്രൻസിലോട്ട് എത്തുന്നുണ്ടാവും. മേ ബി കടലിലോട്ടാവാം, അല്ലെങ്കിൽ അതിനാണ് കുറേ അണ്ടർഗ്രൗണ്ട് തുരങ്കങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ കുറേ ഇതേപോലത്തെ വാച്ച് ടവേഴ്സ്. അപ്പോൾ ഈ വാച്ച് ടവേഴ്സിൽ നിന്നിട്ടാവും ശത്രുക്കൾ വരുന്ന കാര്യങ്ങളൊക്കെ അവർ നോക്കുക. ചുറ്റും കടലും ഇതൊക്കെ ആയിട്ടാണ്. ഓക്കെ, അപ്പം നല്ല ഭംഗിയുണ്ട് കാണാനും. അപ്പോൾ ഇതാണ് അതിൻ്റെ മുകളിൽ കയറിയപ്പോൾ ഉള്ള കാഴ്ചകൾ. കാണുന്നുണ്ടല്ലോ, കുറേ പേര് വന്നിട്ടുണ്ട് മുകളിൽ. വൈകുന്നേരം കയറിയിട്ട് മുകളിൽ നിന്നുള്ള കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമുണ്ട് കാണാൻ. നീല ആകാശം, ലൈറ്റ് കളറിൽ മേഘങ്ങളും, താഴത്ത് അതായത് ഈ ആകാശം, പച്ചപ്പ്, കടൽ, എങ്ങനെയുണ്ട്, നല്ല ഭംഗിയിൽ. എന്താ പറയുക, ഭയങ്കര ഭംഗി. നമുക്ക് കവിത വരും കഥ വരും എന്നൊക്കെ പറഞ്ഞ പോലെയാണ്. മനസ്സിൽ കുറച്ച് സാഹിത്യമുള്ള ആളുകൾക്കൊക്കെ ചിലപ്പോൾ ഇതിനെക്കുറിച്ചിട്ടൊരു കവിതയും കഥയൊക്കെ എഴുതാം. അങ്ങനെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഒരുപാട് ഏരിയയിലുണ്ട് കേട്ടോ ഇതിൻ്റെ മതിലും. ഔട്ടർ ബൗണ്ടറി തിരിച്ച് വെച്ചിട്ടില്ല, അത്രയും ആ ഓരോ ഇതിൻ്റെ സൈഡിലും ഈ വാച്ച് ടവർ പോലത്തെ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഈ വാച്ച് ടവറിലാണ് ഇപ്പോൾ എല്ലാവരും കയറുന്നത്. ബാക്കി വാച്ച് ടവറിൻ്റെ അങ്ങോട്ടൊന്നും ഇപ്പോൾ അധികം ആരും കയറുന്നില്ല. അപ്പോൾ താഴോട്ട് ഇറങ്ങിയിട്ട് അപ്പോൾ കുറേ ആളുകൾ കൊടയും ഇതൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. വെയിലുണ്ട്, പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനും. കുറച്ചും കൂടിയും എന്താ പറയുക, മഴ ഉള്ള സമയത്ത് കുറച്ചും കൂടി ഭംഗി ഉണ്ടാകുമായിരിക്കാം. പക്ഷേ നമുക്ക് ഒരുപാട് ഇവിടെ നടക്കാനുണ്ട്. അപ്പോൾ കുറേ ഏരിയയിലൊന്നും ആളുകൾ പോകുന്നില്ല, കുറച്ച് ഏരിയയിൽ മാത്രമാണ് ആളുകൾ പോയിട്ട് ഇതെല്ലാം കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ടോയ്ലറ്റ് സൗകര്യമൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ എസ്പെഷ്യലി അവിടെ പോയപ്പോൾ അത് അടച്ചിട്ടിരിക്കുകയായിരുന്നു. പിന്നെ ഈ വഴിയിലൂടെ ഇങ്ങനെ കുറച്ച് അങ്ങോട്ട് മുന്നോട്ട് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ സൈഡിലുള്ള കടലിൻ്റെ ഏരിയയിലോട്ട് എത്തും. ഇവിടെ ഈ വാച്ച് ടവറിൻ്റെ അവിടേക്കൊന്നും ആരും കയറുന്നില്ല കേട്ടോ. അപ്പോൾ ആ വാച്ച് ടവറിൻ്റെ അവിടെയാണ്, നമ്മൾ ഫസ്റ്റ് കണ്ട വാച്ച് ടവറിൻ്റെ അവിടെയാണ് പാത അവർ നിർമ്മിച്ച് വെച്ചിട്ടുള്ളത്, പിന്നെ പബ്ലിക്കിന് കയറാനുള്ളത്. ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കടലിലോട്ട് എത്തുക എന്നാണ് പറയുന്നത്. അപ്പോൾ അധികം അങ്ങോട്ട് പോയില്ല. പിന്നെ ഇപ്പോൾ ഇതൊക്കെ സീക്രട്ടായിട്ടുള്ള ഓരോ തുരങ്കങ്ങളാണ്. ഇതിൻ്റെ ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ വലിയ കിണർ പോലെ അവിടെ വെള്ളമുണ്ട്. പിന്നെ അപ്പോൾ ഇതൊക്കെ അവരുടെ രഹസ്യ കേന്ദ്രങ്ങളാണ് ഇതൊക്കെ. പിന്നെ അതൊക്കെ കണ്ട് വീണ്ടും മുന്നോട്ട് നടക്കുമ്പോഴൊക്കെ ഓരോ ഏരിയയിലും ഈ പറഞ്ഞ പോലെ സീക്രട്ട് ടണൽസാണ്. ഇനിയാണ് ഇതിൻ്റെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബീച്ചിൻ്റെ ഏരിയയിലോട്ടാണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ കടക്കുന്നുണ്ട്. പക്ഷേ ഈ ചെറിയൊരു ടണൽ കടന്നാണ്ട് പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള കാഴ്ച ഉണ്ടല്ലോ, എന്താണ് പറയുക, ഭയങ്കര ഭംഗിയാണ്. കടലും തിരമാലകളൊക്കെ ആയിട്ട് കണ്ടോ, ഭയങ്കര ഭംഗിയാണ്. നമുക്ക് നടന്ന് അറ്റത്തുള്ള വാച്ച് ടവറിൻ്റെ അങ്ങോട്ട് എത്തണം. അപ്പോൾ കടലിൻ്റെ അറ്റത്തും ഒരു വാച്ച് ടവറാണ് കേട്ടോ. ആ വാച്ച് ടവറിൻ്റെ അവിടെ വെച്ചിട്ടാണ് എന്തോ എനിക്ക് തോന്നുന്നത് ഈ ബോംബെയിലത്തെ ഉയരെ എന്നുള്ള സോങ് എടുത്ത് അരന്തസ്വാമി ഓടുന്നതും മനുഷ്യക്ക് ഒരാൾ ഓടി വരുന്നതൊക്കെ ഇത് കണ്ടിട്ട് വീണ്ടും അതൊക്കെ അറിയുമ്പോൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഭയങ്കര ഭംഗി കേട്ടോ. കടലും സൂര്യൻ അസ്തമിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ആക്ച്വലി ഇവിടെ 6 മണി വരെ ഉള്ളൂ, 5:30 വരെ ടിക്കറ്റ് കൊടുക്കുള്ളൂ. 6 മണി വരെ ഉള്ളൂ. 6 മണിയാകുമ്പോഴത്തേനും ആളുകൾ ഇവിടുന്ന് പുറത്തേക്ക് പോകാൻ പറയുന്നുണ്ട്. അപ്പോൾ ഒരിക്കലെങ്കിലും നമ്മൾ വന്ന് കാണേണ്ട കാഴ്ചകളാണ്. എത്ര മനോഹരമാണ് നോക്കൂ. എന്താ പറയുക, അങ്ങോട്ട് പോകാനുള്ള വഴികളൊക്കെ നന്നായിട്ട് അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്.
നല്ല ബ്യൂട്ടിഫുള്ളാണ് കാണാൻ. നല്ല നല്ല ഫോഴ്സിൽ തിരമാലകൾ വന്നിട്ട് അടിക്കുന്നത്. കുറേ കാട്ടുകൈതകളുണ്ട്. ഇതാണ് ആ വാച്ച് ടവറിൻ്റെ അങ്ങോട്ട്, കടലിൽ നിന്ന് വാച്ച് ചെയ്യാനുള്ള വാച്ച് ടവറിൻ്റെ അങ്ങോട്ട് പോകാനുള്ള പാത ഇതാണ്. അത് നല്ല വൃത്തിയിൽ സെറ്റാക്കി വെച്ചു. രണ്ട് സൈഡിലും ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ കാണാൻ. ഇപ്പോൾ ഈ ഇത് കൂടെയൊക്കെയാണ് എനിക്ക് ഇങ്ങളെ കൂടെ പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഉയരെ സോങ്ങിലത്തെ കാഴ്ചകളാണ് എൻ്റെ കൺമുന്നിൽ വരുന്നത്. അത് ചെറുപ്പത്തിൽ അത്രയും കണ്ട് മനസ്സിൽ തങ്ങി നിൽക്കുന്ന കാരണമാവാം അത് ഇങ്ങനെ ആ കാഴ്ചകൾ എൻ്റെ കൺമുന്നിലോട്ട് വരുന്നത്. ഇത് കൂടെയൊക്കെയാണ് അരവിന്ദസ്വാമി ഇതിന് മുകളിലൊക്കെ കയറി നിന്നിട്ട് വിഷമത്തോടെ പാടുന്നതും പാട്ട് കേട്ട് മനുഷ്യരാൾ അങ്ങനെ ഓടി ഓടി വരുന്നതും അതൊക്കെ ഇത് കണ്ടിട്ട് പിന്നെ പാട്ട് കാണുമ്പോൾ ഒന്നും കൂടി നമുക്ക് മനസ്സിലാവും. എന്തായാലും എന്താ പറയുക, ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇതുവരെ കാണാത്തവർ, ഇതൊക്കെ ഇങ്ങനത്തെ ഫോർട്ട് ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്നിട്ട് കാണുക. ഇവിടേക്കുള്ള എൻട്രി ടിക്കറ്റ് 25 30 ഒരാൾക്ക് എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. പക്ഷേ പിന്നെ ഇതിന് മുന്നിലൊക്കെ ഈ ബേക്കൽ ഫോർട്ടിന് മുന്നിൽ ഒരുപാട് ഇങ്ങനെ എന്താ പറയുക, ടൂറിസ്റ്റ് ഏരിയയിലൊക്കെ ഉണ്ടാവുന്ന കടകളില്ലേ, ചെറിയ ചെറിയ ചായക്കടകൾ, തൊപ്പിയും ഇതൊക്കെ വെക്കുന്ന കടകളില്ല, അങ്ങനത്തെ കുറേ കടകളുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു 7 മണിയാകുമ്പോഴത്തേനും ആ കടകളെല്ലാം ക്ലോസ് ആവുകയും ചെയ്യും. അതായത് ഈ കോട്ടയിൽ എപ്പോൾ ആളുകളുണ്ടോ അതിനനുസരിച്ചിട്ടാണ് ആ കടകളും വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഭാഗത്ത് ഞങ്ങൾ കോട്ടയുടെ ഈ ഭാഗത്ത് ഒരുപാട് നേരം നിന്നു, ഒരുപാട് നേരം ഫോട്ടോസൊക്കെ എടുത്തു, വീഡിയോസൊക്കെ എടുത്തു. അതിൻ്റെ മുകളിലൊക്കെ കയറിയിരുന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. മനസ്സിന് ഭയങ്കര സന്തോഷമായി, വല്ലാത്തൊരു മനസ്സിന് സന്തോഷം. അതായത് ഒരു വൈകുന്നേരം ഒരു 5:30 അല്ല 4:30 മണിക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ നേരം അവിടെ ഇരുന്നിട്ടാണ് നിങ്ങൾക്ക് അടിപൊളി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോകാം. അപ്പോൾ എൻ്റെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.